Good morning. Good morning, ma'am. Morning. Good morning. 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 Okay, good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പ്രിവാലൻസ് ഓഫ് ഡിസീസസ് അറിയാലേ പറഞ്ഞത് രോഗത്തിന്റെ വ്യാപനത്തെ കുറിച്ച്. നെക്സ്റ്റ് നോക്കുന്നത് നമുക്ക് നോക്കാം. പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. It's a rate of proportion of a person in a population who are affected within a particular diseases or attribute at a specified point in time or over a specified period. എന്താണ് പ്രിവാലൻസ് എന്ന് പറയുന്നത്? നിശ്ചിത സമയത്തോ കാലയളവിലോ ജനസംഖ്യയിലെ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് ഏതെങ്കിലും ഒരു അവസ്ഥ, ഏതെങ്കിലും ഒരു അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ അനുപാതത്തെ അല്ലെങ്കിൽ അതിന്റെ പ്രപ്പോർഷനെയാണ് നമ്മൾ പ്രിവാലൻസ് ഓഫ് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ് നോക്കുന്നത്. പ്രിവാലൻസിന്റെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നോക്കുന്നത്. The prevalence and incidence of diseases are among the most basic measures in epidemiology. Prevalence is a measure of the load of diseases in a population in a given location at a particular time as represented in a count of the number of people affected. Okay. So prevalence ne kurichu parayunnadinu munpaayittu avade epidemiology ennu parayunnundu. Endana epidemiology ennu parayunnathu? Epidemiology. കേട്ടിട്ടുണ്ടോ? എന്ത് ശാസ്ത്രമാണ് അത്? എന്തിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ പഠിക്കുന്നത്? അതില് ഇതിനെ കുറിച്ചിട്ടാണ്.
ഇപ്പൊ ഒരു പോപ്പുലേഷനിലെ ഒരു ജനവിഭാഗത്തില് ഒരു രോഗം എങ്ങനെ വരുന്നു അല്ലെ, അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് അല്ലെ, അതിന്റെ സ്രോതസ് എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണത് വരാനുള്ള കാരണം, ദെൻ അതോടൊപ്പം തന്നെ അത് ആർക്കൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസുഖം വരുമ്പോൾ എന്തുകൊണ്ട് വരുന്നു, ആർക്കൊക്കെയാണത് വരുന്നത് എന്നതൊക്കെ കുറിച്ച് പഠിക്കുന്ന അതിനെ കുറിച്ച് കണ്ടെത്തുന്ന ഒരു ശാസ്ത്രശാഖയാണത് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യണേ, ആ പേരൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ എഴുതിക്കോളൂ, നോട്ട് ചെയ്ത് വെച്ചോളൂ. എപ്പിഡെമിയോളജി എന്ന് പറയുന്നത് എന്താണ്? ദ സ്റ്റഡി ഓഫ് ഹെൽത്ത് ക്യാരക്ടറിസ്റ്റിക്സ് എമംഗ് പോപ്പുലേഷൻ. ദ സ്റ്റഡി ഓഫ് health characteristics among population. എന്താണ് എപ്പിഡെമിയോളജി എന്ന് എഴുതാം? The study of health characteristics among population. And it is the study of നോട്ട് ചെയ്യുന്നുണ്ടോ? It is the study of how diseases, comma, disorders and health conditions are distributed pattern. Health conditions are distributed pattern. ഇവിടെ നോക്കാം, എന്താണ് എപ്പിഡെമിയോളജി എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് ഹെൽത്ത് ക്യാരക്ടറിസ്റ്റിക്സ് എമംഗ് പോപ്പുലേഷൻ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് how diseases, disorders and health conditions are distributed pattern. Okay, എപ്പിഡെമിയോളജി എന്ന് പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു കണ്ടീഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണങ്ങൾ, ഏതുതരം ഡിസീസസ് ആണ് അല്ലെങ്കിൽ ഏതുതരം ഹെൽത്ത് കണ്ടീഷൻസ് ആണ്, അത് ആർക്കൊക്കെയാണ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനമാണ് എപ്പിഡെമിയോളജിയിൽ വരുന്നത് കേട്ടോ. യെസ്. ഇനി prevalence is a measure of the load of diseases in a population in a given location at a particular time as represented in a count of the number of people affected. ഇനി നമ്മൾ പ്രിവാലൻസസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ജനസംഖ്യയിൽ ഒരു പ്രത്യേക സമയത്ത് ഏതെങ്കിലും ഒരു രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഉണ്ട് അല്ലെ, അത് ഏത് പീരീഡിലാണ് ആ ഒരു രോഗം ബാധിക്കുന്നത്, എത്ര നമ്പർ ഓഫ് ആൾക്കാർ അത് അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നോക്കിയിട്ടാണ് നമ്മൾ ആ രോഗത്തിന്റെ വ്യാപനം മെഷർ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഒരു പോപ്പുലേഷൻ, ഒരു ജനസംഖ്യ എടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു നിശ്ചിത പീരീഡിനുള്ളില് ഏതെങ്കിലും വ്യക്തികൾക്ക് അല്ലെങ്കിൽ നിശ്ചിത പീരീഡിനുള്ളിലുള്ള പോപ്പുലേഷൻ, അതിന്റെ ജനസംഖ്യക്കകത്ത് ഏതെങ്കിലും ഒരു ഡിസീസസ് എങ്ങനെയൊക്കെ ബാധിക്കുന്നത്, എത്ര ആൾക്കാർക്ക് അത് ബാധിക്കുന്നുണ്ട് എന്നത് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ മെഷർമെന്റ് എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതിനെ അണ്ടർലൈൻ ചെയ്യാമോ? Prevalence is a measures of the load of diseases in a population in a given location at a particular time as represented in a count of the number of people affected. മനസ്സിലായോ? ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് അസുഖം വന്നെന്ന് വിചാരിക്കുക. അത് എത്ര പേർക്ക് അത് അങ്ങനെ അഫക്ട് ചെയ്തിട്ടുണ്ട്, ആ പെർട്ടിക്കുലർ ടൈം പീരീഡിനുള്ളിൽ എത്ര പേർക്ക് അത് അഫക്ട് ചെയ്തിട്ടുണ്ട്, ഇനി ഇത് ബാധിച്ച ആൾക്കാരുടെ എണ്ണം എത്രയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? പ്രിവാലൻസ്, അതായത് ഈ രോഗത്തിന്റെ വ്യാപനം നമ്മൾ മെഷർ ചെയ്യുന്നത്. മനസ്സിലായോ? Next one, the disease has the highest prevalence. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇവിടെ രോഗത്തിന്റെ വ്യാപനത്തെക്കാൾ കൂടുതൽ ഏത് രോഗമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഏതൊക്കെ ഡിസീസസ് ആണ് കൂടുതലായിട്ടുള്ള ആൾക്കാരിൽ, അതായത് കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, യെസ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ഒരിക്കലും എന്താണ് സാംക്രമിക രോഗങ്ങളെ കുറിച്ച്, പടരുന്ന രോഗങ്ങളുടെ അവസ്ഥകളല്ല ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? സാംക്രമികേതര അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. അത് എത്രത്തോളം ആളുകളിലാണ് അതുള്ളത് എന്നതാണ് ഹൈയസ്റ്റ് പ്രിവാലൻസ് എന്ന രീതിയിൽ നമ്മൾ നോക്കുക. ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ നിലനിൽക്കുന്ന NCD ഡിസീസസ് അഥവാ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ.
ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് പ്രിവാലൻസ് ഉള്ള അസുഖങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് കാർഡിയോവസ്കുലർ ഡിസീസസ്, അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്ത്, അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ട്, അതായത് സാംക്രമികേതര പടരാത്ത രീതിയിലുള്ള ആളുകളിലേക്ക് പടരാത്ത രീതിയിലുള്ള രോഗാവസ്ഥകളാണ് എന്ത് കാർഡിയോവസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത്. പഠിച്ചിട്ടുണ്ടാവുമല്ലോ കാർഡിയോവസ്കുലർ സർജറീസിനെ കുറിച്ചിട്ട്, കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ളത് പഠിച്ചിട്ടില്ലേ നിങ്ങൾ വേറെ വേറെ ചാപ്റ്റേഴ്സിലൊക്കെ? ഹോസ്പിറ്റൽ വാർഡ്സ് ഒക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്, മറന്നുപോയോ? കാർഡിയോവസ്കുലർ ഡിസീസസ് എന്ത് റിലേറ്റഡ് ആണ്? ഹൃദ്രോഗങ്ങൾ കേട്ടോ, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥകളാണ് കേട്ടോ. അറ്റാക്സുകൾ, സ്ട്രോക്സ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, അതുമൂലം ഒത്തിരി ആൾക്കാർ, അതായത് ഈ ഒരു അസുഖം ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹൃദ്രോഗം എന്ന് നമ്മൾ മലയാളത്തിൽ പറയല്ലേ, ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം അസുഖം മൂലമാണ് മിക്ക ആളുകളും മരണപ്പെടുന്നത്. അപ്പോ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് കാറ്റഗറിയിൽ പെടുന്ന അസുഖമാണ് എന്താ കാർഡിയോവസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. പടരുന്ന ഒരു രോഗമല്ല അല്ലെ, നമ്മൾ ആളുകളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന രോഗമാണ്, അല്ലാതെ ഇതൊരു പകരുന്ന രോഗങ്ങളല്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത്, അതായത് സാംക്രമികേതര അസുഖങ്ങളാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഏത് ഡിസീസസ് മൂലമാണ്? കാർഡിയോവസ്കുലർ ഡിസീസസ് മൂലമാണ്. അതേപോലെ തന്നെ എന്താണ്, അവിടെ എത്ര പീപ്പിള് മരണപ്പെടുന്നുണ്ട്? സോറി, 70.9 million people yearly followed by cancers. സോറി, ഇയർലി, അതായത് കാർഡിയോവസ്കുലർ ഡിസീസസ് മൂലം മരണപ്പെടുന്ന കേസസിലെ വരുന്നതാണ്, അല്ലെങ്കിൽ ആ അസുഖം ബാധിച്ച ആൾക്കാരുടെ എണ്ണമാണ് എന്താ 17.9 million people എന്ന് പറയുന്നത് കേട്ടോ. യെസ്, ഇനി ക്യാൻസർ രോഗം അല്ലെ, അത് പടരുന്ന രോഗമാണോ? ക്യാൻസർ പടരുന്ന രോഗമാണോ ക്യാൻസർ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണോ? നോൺ കമ്മ്യൂണിക്കബിൾ ആണോ ക്യാൻസർ? ഇവിടെല്ലാം നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിളിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. യെസ്, അത് 9.3 million പീപ്പിൾസ് ആണ് അതിനെ അഫക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി അതേപോലെ തന്നെ ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്. ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ് എന്താണ്? റിലേറ്റഡ് ടു ബ്രീത്തിങ് അല്ലെ, ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള അസുഖങ്ങൾ വരുന്ന കേസസുകൾ എത്ര മില്യൺ ആണ്? 4. ലങ്സിനകത്ത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ബാധിക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 4.91 million ആണ്. പിന്നെ ഡയബറ്റീസ് അല്ലെ, നമുക്കറിയാലോ പ്രമേഹം. സ്ത്രീകളിലും പുരുഷന്മാരിലും വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ തന്നെയാണ് രണ്ടിലും നിൽക്കുന്നത്. അപ്പൊ സ്ത്രീകളും പുരുഷന്മാരും എടുത്ത് നോക്കുമ്പോഴും ഡയബറ്റിക് പേഷ്യൻസുകൾ കൂടുതലാണ്. ഒരു ചെറിയ ഏജ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ എന്താണ് ഡയബറ്റിക് പേഷ്യൻസിന്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. യെസ്, നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടോ ഡയബറ്റീസ് ഉണ്ടോ? പ്രമേഹം ഉണ്ടോ ആരെങ്കിലും? വീടുകളിലുണ്ടോ ആരെങ്കിലും? വീട്ടിലാരെങ്കിലും ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? വീട്ടിലുണ്ട് അല്ലെ? അപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. സോറി, അതിന്റെ മെഷർമെന്റ് പറഞ്ഞിട്ടില്ല. ഇനി 2.0 million ഏത് ഡിസീസസ് മൂലം അഫക്റ്റഡ് ആണ്? കിഡ്നി ഡിസീസസ് അല്ലെ, കിഡ്നി ഡിസീസസും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കൂടുതലും ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസും കിഡ്നി പേഷ്യൻസും ആണ് 2.0 millionsൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം തന്നെ എന്താണ് ഹയസ്റ്റ് പ്രിവാലൻസ്, അതായത് ആ രോഗാവസ്ഥ കൂടുതലുള്ള ആൾക്കാരുടെ എണ്ണമാണ് പറഞ്ഞത്. അതായത് ഈ കണ്ടീഷൻസ് ആണ് നമ്മളുടെ ഈ ഒരു രാജ്യത്ത് ഇത്രയും ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊക്കെ വരുന്നുണ്ട് അതില്? കാർഡിയോവസ്കുലർ ഡിസീസസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസസ്, ഡയബറ്റിക്സ് ആൻഡ് കിഡ്നി ഡിസീസസ്. ഓക്കെ, ഇത് മൂലം മരണം സംഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലെ? യെസ്, ഇതിൽ ഏറ്റവും കൂടുതൽ 4 മരണസാധ്യതകൾ തന്നെയാണ്. എന്നാൽ പോലും ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഏതാണ്? ഈ പറഞ്ഞ കാറ്റഗറിയില് ഏതാണ്? ക്യാൻസർ ആണ് അല്ലെ? യെസ്, ക്യാൻസർ ആണ്. പക്ഷെ കാർഡിയോവസ്കുലർ ഡിസീസസ് മൂലമാണ് 17.9 million ആൾക്കാരെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്, അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ് ആളുകളിൽ ഏറ്റവും കൂടുതൽ അസുഖമുള്ള സിറ്റുവേഷൻസ് ഉള്ള കണ്ടീഷൻസ് ആണ് കേട്ടോ. അപ്പൊ ആ പേരുകൾ നിങ്ങൾ പഠിക്കണേ. ഹയസ്റ്റ് പ്രിവാലൻസ് ഡിസീസസ് ഏതൊക്കെയാണെന്നുള്ളതിന്റെ ഈ 4 പേരുകളും പഠിക്കാം കേട്ടോ. മനസ്സിലായോ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്താന്ന് പറഞ്ഞത് മനസ്സിലായാലും ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പടരാത്ത രീതിയിലുള്ള അസുഖങ്ങളാണ് എന്ത്
നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് പടരുന്ന അസുഖങ്ങൾ, സ്പ്രെഡ് ആവുന്ന ഡിസീസസ് എന്ന് പറയും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഇൻക്രീസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. വാട്ട് ഇൻക്രീസസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസസ്. ഓക്കെ, ഇവിടെ പറയുന്നത് പ്രിവാലൻസ് അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ വ്യാപനം എങ്ങനെയാണ് കൂടുന്നത്. ഓക്കെ, അതായത് ഒരു രോഗത്തിന്റെ വ്യാപനം വർദ്ധിക്കുന്നത് എങ്ങനെയാണ്. Prevalence increases when new diseases cases are detected. ഒരു രോഗത്തിന്റെ വ്യാപനം നമുക്ക് കൂടുന്നത് എപ്പോഴായിരിക്കും? വ്യാപനം കൂടുന്നത് ഇപ്പൊ നമുക്ക് കൊറോണ ഉണ്ടായ സമയത്ത് അതിന്റെ പ്രിവാലൻസ് കൂടിയത് എപ്പോഴായിരുന്നു? അതായത് ഇന്നൊരു ദിവസം 10 കേസ് ആണെങ്കിൽ അടുത്ത ദിവസം എത്രയായി? മൺഡേ ഒരു 10 കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, ട്യൂസ്ഡേ എന്തായി? പിന്നെയും ഒരു 15 കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അല്ലെ. അതെങ്ങനെ എന്തായിക്കൊണ്ടിരിക്കുന്നു? സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ അത് എന്താണ്? അപ്പോ അതിന് എന്താ പറയാ, ന്യൂ കേസസ് അല്ലെങ്കിൽ ന്യൂ ഡിസീസസ് നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കണ്ടെത്തി കഴിയുമ്പോഴാണ് അതിന്റെ ആദ്യ വ്യാപനം തുടങ്ങുന്നത് അല്ലെ. അതായത് ഒരാളിൽ നിന്ന് കൊറോണ നിങ്ങൾക്ക് അറിയാലോ, തുടക്കം മുതൽ അങ്ങോട്ട് ആ ഒരു പീരീഡ്, ഒരു വർഷത്തിൽ കൂടുതൽ നമ്മൾ അതിന്റെ ഒരു അടിമകളെ പോലെയാണ് അല്ലെ. അതിങ്ങനെ അഫക്ട് ചെയ്ത് അത് ഡിറ്റക്ട് ചെയ്ത് ഓരോ ആൾക്കാരിൽ അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രിവാലൻസിന്റെ ഇൻക്രീസ് ആണ്, രോഗത്തിന്റെ വ്യാപനം കൂടുന്നു എന്നറിയാൻ പറ്റുന്നത് അല്ലെ. മനസ്സിലായോ പറഞ്ഞത്? അതായത് പുതിയ രോഗങ്ങൾ, പുതിയ കേസുകൾ കണ്ടെത്തുമ്പോഴാണ് നമ്മൾ എന്ത് തിരിച്ചറിയുന്നത്? രോഗങ്ങൾ കൂടുന്നുണ്ട്. പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അത് കൂടിക്കൊണ്ടിരിക്കുന്നതാണെന്ന് മനസ്സിലാക്കുന്നത് അല്ലെ. ക്ലിയർ ആണോ ആദ്യം പറഞ്ഞ പോയിന്റ്? അസുഖങ്ങൾ, പുതിയ കേസുകൾ കണ്ടെത്തുമ്പോഴാണ് രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെ. യെസ്. ഇനി and prevalent decrease when a patient is either cured or dies. ഇനി ഈ രോഗത്തിന്റെ വ്യാപനം കുറയുന്നു എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? രോഗത്തിന്റെ വ്യാപനം കുറയുന്നു എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? ഒരു രോഗി സുഖം പ്രാപിക്കുമ്പോഴോ അല്ലെങ്കിൽ മരിക്കുമ്പോഴാണ് ആ വ്യാപനം കുറഞ്ഞെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ. യെസ്, മനസ്സിലായി. അതായത് ഒരു പുതിയ രോഗം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ന്യൂ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് രോഗം വ്യാപിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറയുന്നു എന്ന് മനസ്സിലാക്കുന്നതാണ് ചിലപ്പോൾ പല രോഗികളിലും എന്താണ് അസുഖം, അതാ മരുന്നുകളൊക്കെ കൊടുത്ത് ചിലപ്പോൾ അസുഖം ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതൊക്കെ അസുഖം ഭേദമാക്കാൻ പറ്റും. ചിലർക്ക് എന്താണ് അത് മരണപ്പെടുകയും ചെയ്യും അല്ലെ. അപ്പൊ അത് കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? അപ്പൊ ഒന്ന്, പുതിയ കേസുകൾ കണ്ടെത്തുന്നതാണ് വ്യാപനം കൂടുന്നതെന്ന് തിരിച്ചറിയുന്നത്. രോഗികളുടെ അസുഖം പ്രാപിക്കുന്നതോ സുഖപ്പെടുന്നതോ അല്ലെങ്കിൽ മരണപ്പെടുന്നതാണത് രോഗത്തിന്റെ വ്യാപനം കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, രണ്ടും പറഞ്ഞത് ക്ലിയർ ആണോ? സിമ്പിൾ എക്സാമ്പിൾ ടീച്ചർ ഒന്ന് പറയട്ടെ, അതവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ കൊറോണ കുറഞ്ഞു എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? കൊറോണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ മനസ്സിലാക്കി? പറഞ്ഞ കാര്യങ്ങൾ പോലെയാണോ? കുറെ പേര് അതിൽ മരണപ്പെട്ടു അല്ലെ, കുറെ ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു പരിധി വരെ അത് കുറയാൻ തുടങ്ങി. പിന്നെന്താണ്, പലർക്കും ഈ അസുഖം വന്നിട്ടും കൊറോണ വന്നിട്ടും എന്താണ് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും അതിൽ നിന്ന് അതിജീവിച്ച ആൾക്കാരുണ്ട് അല്ലെ. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ. കൊറോണയെ അതിജീവിച്ച ആൾക്കാരാണെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ആണ്, നമ്മൾ പോലും അറിയാതെ ചിലപ്പോ വന്നു പോയിട്ടുണ്ടാവും. ചിലർക്ക് അറിയുക പോലും ചെയ്തിട്ടില്ലല്ലോ, ഡിറ്റക്ട് ചെയ്തിട്ട് പോലും ഇല്ല, വന്നിട്ടുണ്ടോ ഇല്ലെന്ന് പോലും അറിയില്ല. പക്ഷെ നമുക്കൊക്കെ അതിന്റെ സിംറ്റംസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അല്ലെ. സ്മെല്ല് ഉണ്ടായിരുന്നില്ല, നാക്കിലെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായില്ല, അങ്ങനെയൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? എനിക്ക് ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ടെസ്റ്റ് ചെയ്തപ്പോ കൊറോണ ഇല്ലെന്നാണ് കണ്ടത്. എന്താണെന്ന് അറിയില്ല, ടെസ്റ്റ് ചെയ്തപ്പോ നെഗറ്റീവ് ആയിരുന്നു. ഓക്കെ, ഹോസ്പിറ്റലായിരുന്നു. കുറെ പേർക്ക് എന്താ ലങ്സിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അല്ലെ ആ ഒരു സിറ്റുവേഷൻസ്. ഓക്കെ, വന്നു പോയതായിരിക്കാം. നമുക്ക് എല്ലാവർക്കും വന്നു പോയിട്ടുണ്ട്, പക്ഷെ നമ്മള് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഓക്കെ, യെസ്. അപ്പൊ പുതിയ കേസുകൾ ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് ആ രോഗം കൂടുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതായത് നമ്മൾക്ക് ആ ഒരു സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ടാവും എല്ലാ ദിവസവും വൈകിട്ട് അല്ലെ, 7 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോഴാണ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ പോയി ഒരു ദിവസം കൊറോണയുടെ കൗണ്ട് കൂടിയത്, അതായത് നമ്പർ ഓഫ്
ആൾക്കാരുടെ എണ്ണം കൂടിയത് ഒരു ദിവസമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പൊ മനസ്സിലായി എന്ത്, ഈ രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അഥവാ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തിരിച്ചറിയും. പിന്നീട് അതങ്ങോട്ട് എന്താണ്, പലർക്കും ഭേദമാവാൻ തുടങ്ങി, പലരും മരണപ്പെടാനൊക്കെ തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു മൂർധന്യാവസ്ഥ കുറഞ്ഞു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് പ്രിവാലൻസസ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് പ്രിവാലൻസ് 3 ടൈപ്സ് ഉണ്ട്. അതായത് രോഗത്തിന്റെ വ്യാപനം 3 രീതിയിലാണ് വരുന്നത്. ഒന്ന് ഏതാണ്? ഒന്ന് പോയിന്റ് പ്രിവാലൻസ്, രണ്ടാമത്തത് പീരീഡ് പ്രിവാലൻസ്, ലൈഫ് ടൈം പ്രിവാലൻസ്. എന്താണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് നോക്കാം. The number of cases of a health event at a certain time. പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? The number of cases of a health event at a certain time. എന്തായിരിക്കും പറയുന്നത്? പോയിന്റ് പ്രിവാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? വായിച്ചു നോക്കിയത്, വായിച്ചു നോക്കി. ഒരു സർട്ടൺ ടൈമിൽ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. എന്തായിരിക്കും പോയിന്റ് ഓഫ് പ്രിവാലൻസ് എന്ന് പറയുന്നത്? നിശ്ചിത സമയത്ത് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ? ആണോ? ഒരു നിശ്ചിത സമയത്ത് ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എണ്ണമാണത് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർട്ടൺ ടൈമിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇവന്റിന്റെ അല്ലെങ്കിൽ കേസുകളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോയിന്റ് പ്രിവാലൻസ് പറയുന്നത്. ഒരു നിശ്ചിത പീരീഡിൽ മാത്രം കേട്ടോ, നിശ്ചിത സമയത്ത് മാത്രം നടക്കുന്ന കേസുകളുടെ എണ്ണം. ഒരു നിശ്ചിത സമയത്ത് മാത്രം നടക്കുന്ന ഹെൽത്ത് കേസുകളുടെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഇവിടെ നമുക്ക് നിപ്പ വേണമെങ്കിൽ പറയാം. നിപ്പ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. കാരണം നിപ്പ നമ്മൾ ആദ്യം കണ്ടെത്തിയ സമയത്ത് ഒരു ചെറിയ പീരീഡിലാണ് അല്ലെ, ചെറിയ സമയത്താണ് അത് ആദ്യം നമ്പർ ഓഫ് എത്ര കേസുകളാണ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പൊ ആദ്യത്തെ ടൈപ്പ് എന്താണ്? പോയിന്റ് പ്രിവാലൻസ്. സെക്കൻഡ് ടൈപ്പ് എന്താണ്? പീരീഡ് പ്രിവാലൻസ്. ഇതായിരിക്കും പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. The number of cases of a health event in reference to a period of 12 months. പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റത് നമ്മൾ പഠിച്ച എന്താണ്? ഒരു സർട്ടൺ ടൈമിൽ മാത്രമുള്ള നിശ്ചിത ടൈമിൽ മാത്രമല്ല കേസുകളുടെ എണ്ണമാണ് പോയിന്റ് പ്രിവാലൻസ്. ഇതെന്തായിരിക്കും പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത്? റെഫറൻസ് ടു ഇവന്റ് ഇൻ എ റെഫറൻസ് ടു ആൻ എ പീരീഡ് ഓഫ് 12 months എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ആരോഗ്യ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകളുടെ പീരീഡ് ആണ് അല്ലെ. ചിലപ്പോൾ അത് 12 മാസ കാലയളവായിരിക്കാം, അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കാം. ഏതെങ്കിലും ഒരു നിശ്ചിത കാലയളവാണ് എന്തിൽ പറയുന്നത്? ഈ ഒരു ടൈപ്പ് ഓഫ് പീരീഡിൽ പറയുന്നത്. പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാലഘട്ടത്തെ മാത്രമാണ് അവിടെ പരാമർശിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു 12 months എന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടമെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്? 12 months എന്ന് പറയുമ്പോൾ 12 months എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മള് ഒരു വർഷമല്ലേ ആണോ? months എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 year അല്ലെ? യെസ്. അപ്പൊ ആ ഒരു കാലയളവിൽ നടക്കുന്ന ഈ രോഗത്തിന്റെ വ്യാപനത്തിനെയാണ് നമ്മൾ പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്. അപ്പൊ അതാണ് സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അപ്പൊ കാലയളവിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ ടൈപ്പ് വരുന്നത്. മറ്റേത് എന്താണ്? ഒരു നിശ്ചിത സമയത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ എന്തായിരിക്കും? മൂന്നാമത്തെ പ്രിവാലൻസ്, മൂന്നാമത്തെ രോഗവ്യാപനം എങ്ങനെയായിരിക്കും? ലൈഫ് ടൈം പ്രിവാലൻസ് ആണ്. എന്താണ്? The number of cases of health event in reference to the total lifetime. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആജീവനാന്ത വ്യാപനം, അല്ലെങ്കിൽ ആജീവനാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ടൈം അതെന്താണ്? ആ ഒരു രോഗത്തിന്റെ വ്യാപനം ഉണ്ടായിരിക്കും അല്ലെ. The number of cases of health even in a reference to the total lifetime. നിശ്ചിത ജനസംഖ്യ ആയുഷ്കാലവുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അതായത് നിരന്തരമായിട്ട് അസുഖങ്ങൾ ബാധിക്കുന്ന കേസുകളില്ലേ, അതായത് അസുഖങ്ങൾ മാറാതെ. നമ്മൾ ചില പേഷ്യൻസിനെ കണ്ടിട്ടില്ലേ, ഒരു അസുഖം വന്നിട്ടുണ്ടാവും, അത് കഴിഞ്ഞത് കുറെ നാൾ ആ അസുഖവുമായി ബന്ധപ്പെട്ട് അയാൾ ചികിത്സിക്കും. അത് കഴിയുമ്പോഴേക്കും എന്താണ്? അത് റിലേറ്റഡ് ആയിട്ട് വേറൊരു അസുഖം അയാൾക്ക് വരും. അതായത് വന്നതിന്റെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? നമ്മള് കണ്ടിട്ടുണ്ടോ? ചിലപ്പോ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും ഡയബറ്റിക് പേഷ്യന്റ് ആണ്, അയാൾക്ക് അതിന്റെ ചികിത്സ കുറെ നാൾ കഴിക്കും. അത് കഴിഞ്ഞ ശേഷം എന്താണ്? പിന്നെ മറ്റസുഖങ്ങൾ വരും. അങ്ങനെ ഒരാളിൽ തന്നെ പല അസുഖങ്ങൾ ജീവിതാവസാനം വരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലൈഫ് ടൈം ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കേസുകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റിൽ, ഒത്തിരി അങ്ങനെ ആളുകളുണ്ട് കേട്ടോ.
നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയാൻ പറ്റും ചിലപ്പോ അസുഖം മാറില്ല, കുറവില്ല എന്നുള്ളത്. അത് പിന്നെ എപ്പോഴും കാണുമ്പോൾ എന്നതാണ് ഇനിയിപ്പൊ എനിക്ക് അതെല്ലാം മറ്റൊരു അസുഖമാണെന്ന് പറയുന്നത്, ഇനിയിപ്പോ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല നമ്മളാ. യെസ്, കുറച്ചും കൂടി ഏജ്ഡ് ആവുന്നവരാണ് കൂടുതൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലേക്ക് പോകുന്നത് അല്ലെ. യെസ്, ഒരു 45 ശേഷം വരുന്ന ആൾക്കാരിൽ കൂടുതലായിട്ട് അങ്ങനെ അത്തരത്തിലുള്ള അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോ ലൈഫ് ടൈം പ്രിവലൻസ് എന്ന് പറഞ്ഞാൽ ആയുഷ്കാലമായിട്ടുള്ള ആ ഒരു രോഗത്തിന്റെ വ്യാപനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 3 ടൈപ്സ് പഠിക്കാനുണ്ട് കേട്ടോ. 3 ടൈപ്സ് പഠിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് പോയിന്റ് പ്രിവാലൻസ് പറയുന്നത് ഒരു സർട്ടൺ ടൈം പീരീഡിൽ നടക്കുന്ന കേസുകളുടെ നമ്പർ ആണ് എന്ത് പോയിന്റ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? 12 മന്ത്സിനുള്ളിൽ ഒരു കാലാടിസ്ഥാനത്തിൽ ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന കേസുകളുടെ എണ്ണമാണ് പീരീഡ് പ്രിവാലൻസ് എന്ന് പറയുന്നത്. ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് കേസസ് ഹെൽത്തി വൺ റെഫറൻസ് ടു ദ ടോട്ടൽ ലൈഫ്. ടോട്ടൽ ലൈഫ് പീരീഡിൽ എത്രത്തോളം നമ്പർ ഓഫ്, അതായത് ലൈഫ് ടൈം പ്രിവാലൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടോട്ടലി ആജീവനാന്ത കാലം എത്രത്തോളം അസുഖങ്ങൾ നേരിടുന്ന കാറ്റഗറി ആൾക്കാരുടെ എണ്ണമാണ് നമ്മൾ അവിടെ പറയുന്നത് ലൈഫ് ടൈം പ്രിവാലൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 3 പഠിക്കണം കേട്ടോ. ടൈപ്സും പഠിക്കാൻ, എക്സ്പാൻഷനും പഠിച്ചിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ 3 ടൈപ്പും? യെസ്, ഇനി ഈ പോയിന്റ് പ്രിവാലൻസുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. പോയിന്റ് പ്രിവാലൻസുമായി ബന്ധപ്പെട്ട ഒരു ഫോർമുല, അതായത് സർട്ടൺ ടൈം പീരീഡിലുള്ള നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണമാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഫോർമുല എന്താണെന്ന് നോക്കാം. അതൊന്ന് റൗണ്ട് ചെയ്തിടാം കേട്ടോ. പോയിന്റ് പ്രിവാലൻസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കേസ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് 1 point of time divided by number of people in a defined population at the same point in time. ഓക്കെ, അപ്പൊ പോയിന്റ് പ്രിവാലൻസ് കാണുന്നതിന്റെ നമ്മൾ ആദ്യം മെഷർ ചെയ്യുന്നത് എന്താണ്? നമ്പർ ഓഫ് കേസിന് ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം അല്ലെ. ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ എത്രത്തോളം പോപ്പുലേഷൻസിലെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നതാണ് നമ്മൾ ആദ്യം അതിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. യെസ്, ദെൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ഡിഫൈൻഡ് പോപ്പുലേഷൻ അറ്റ് ദ സെയിം പോയിന്റ് ഇൻ എ ടൈം. എന്താണ്? ഒരു നിശ്ചിത ജനസംഖ്യയിൽ ഒരേ സമയം രോഗം ബാധിച്ച ആൾക്കാരുടെ എണ്ണം, അതായത് അറ്റ് ദ സെയിം ടൈമില് രോഗം ബാധിച്ച ആൾക്കാരുടെ എണ്ണവും പിന്നെന്താണ് മൊത്തത്തിൽ ഒരു നിശ്ചിത ജനസംഖ്യയില് രോഗമുള്ള ആൾക്കാരുടെ എണ്ണവും തമ്മിലാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? പോയിന്റ് പ്രിവാലൻസ് ഡിവൈഡ് ചെയ്ത് മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് പോയിന്റ് പ്രിവാലൻസ് മെഷർ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഒരു നിശ്ചിത ജനസംഖ്യയിൽ ഒരു സമയത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം, ഒരു നിശ്ചിത ജനസംഖ്യയിൽ ഒരു സമയത്ത് ഒരേ സമയത്ത് രോഗം ബാധിച്ചവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ ഒരു നിശ്ചിത ജനസംഖ്യയിൽ ഒരേ സമയം അതേ സമയത്ത് തന്നെ രോഗം ബാധിച്ചവരുടെ എണ്ണമായിട്ടാണ് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. അതാണ് പോയിന്റ് പ്രിവാലൻസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിക്കണം കേട്ടോ. അണ്ടർലൈൻ ചെയ്യാൻ ഇതിലൊരു ബോക്സ് ആയിട്ട് വരച്ചിടാം. മനസ്സിലായോ ഫോർമുല? മനസ്സിലായോ പിള്ളേരെ? യെസ്, ഇത് നമ്മൾ നോക്കുന്നത് യൂസ് ഓഫ് പ്രിവാലൻസ് ആണ് കേട്ടോ. യൂസ് ഓഫ് പ്രിവാലൻസ്, യൂസസ് ഓഫ് പ്രിവാലൻസ്. Helps to calculate the magnitude of health problem or diseases in community, identify potential high risk of population, useful for administrative and planning purpose. Uses of prevalence എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന്റെ യൂസസ് ആണ്. ഈ പ്രിവാലൻസസ് ഈ രോഗത്തിന്റെ വ്യാപനം നമ്മൾ കണ്ടെത്തുന്നതിന്റെ പ്രധാന യൂസ് എന്താണ്? ഓക്കെ, നമുക്ക് എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ കണ്ടെത്തുന്നത് മൂലം? Helps to calculate the magnitude of health problem or diseases in a community. അല്ലെ, ഒരു സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും സ്പെസിഫിക് ആയിട്ടൊരു പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാനും അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രിവാലൻസ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അതിൽ ഉപയോഗിക്കുന്ന ഫോർമുലാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ഒരു കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന ഏതെങ്കിലും ഡിസീസസിനെ കുറിച്ചോ ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും അതിനെ മെഷർ ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും പ്രിവാലൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ?
അതായത് രോഗവ്യാപ്തി കണ്ടെത്താനായിട്ട് നമ്മൾ ഇത് സഹായിക്കുന്നുണ്ട്. അതാണ് ആ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്, ഒരു രോഗം കണ്ടെത്താനും അതിന്റെ തീവ്രത എത്രത്തോളം ഇത് മെഷർ ചെയ്യാനായിട്ടും അതിന്റെ ഫോർമുലാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത് എന്താണ് അതിന്റെ യൂസസ് എന്ന് പറയുന്നത്? ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് ഓഫ് പോപ്പുലേഷൻസ്. ഐഡന്റിഫൈ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് ഓഫ് പോപ്പുലേഷൻ. ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ കണ്ടെത്താൻ നമുക്ക് സഹായിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ഫസ്റ്റ് പഠിച്ചെന്താണ്? ഹൈയസ്റ്റ് പ്രിവാലൻസ് കേസുകൾ എന്ന് പറഞ്ഞില്ലേ, അത് എന്തിന്റെ കണ്ടെത്തൽ മൂലമാണ് നമ്മൾ കണ്ടുപിടിച്ചത്? പ്രിവാലൻസ് മെഷർ ചെയ്തപ്പോഴാണ് ഇത്രത്തോളം ആൾക്കാർക്ക് ഇത്തരം ഹൈയസ്റ്റ് ആയിട്ടുള്ള ഡിസീസസുകൾ അവർ നേരിടുന്നത്, ഹൈ റിസ്ക് ഉള്ള കേസുകൾ അവർ നേരിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ്, പ്രിവാലൻസിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഹൈ റിസ്ക് ഉള്ള ജനവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചത്. ഓക്കെ, യെസ്, മനസ്സിലായോ? ഐഡന്റിഫൈ ദ പൊട്ടൻഷ്യൽ ഹൈ റിസ്ക് ഓഫ് പോപ്പുലേഷൻ, അതായത് ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ കണ്ടെത്താനായിട്ട് പ്രിവാലൻസസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ? സെക്കൻഡ് വൺ ക്ലിയർ ആണോ? Next one, useful for administrative and planning purposes. Useful for administrative and planning purposes. Health administration അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പ്ലാനിങ്സ് ഒക്കെ ആസൂത്രണങ്ങളൊക്കെ ചെയ്യുന്നതിന് ഈ പ്രിവാലൻസ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ ഇത്തരം രോഗസാവസ്ഥകളെ കുറിച്ച് തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. യൂസ്ഫുൾ ഫോർ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് പ്ലാനിങ് പർപ്പസ് എന്നാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് എഴുതാം കേട്ടോ. അവിടെ അങ്ങനെ ഒരു പോയിന്റ് ഇല്ല, യൂസ്ഫുൾ ഫോർ ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എന്നാക്കാം. യെസ്, അപ്പൊ ഇത്തരത്തില് നമ്മളെ പ്രിവാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പല പല പ്രോഗ്രാംസുകളും അതിന്റെ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, അപ്പൊ 3 യൂസസ് ആണ് പ്രിവാലൻസസ് മോളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. ഒന്ന്, ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് കണ്ടെത്താനും അതിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്താണ്, ഹൈ റിസ്ക് ഉള്ള പോപ്പുലേഷൻസ്, അതായത് ഉയർന്ന അപകട സാധ്യതയുള്ള ജനവിഭാഗങ്ങളെ കണ്ടെത്താനും ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവിന്റെ പുതിയ പ്ലാനിങ്സും പർപ്പസസും ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ടും പ്രിവാലൻസുകളെ സഹായിക്കുന്നു. ഓക്കെ, അതിലെ മെഷർമെന്റ്സും കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 വായിച്ചു നോക്കിയേ. Okay. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കാം. ലിമിറ്റേഷൻസ് ഓഫ് പ്രിവാലൻസ് നമ്മൾ പഠിച്ചു, യൂസസിൽ പഠിച്ചിട്ടുണ്ടാകും. മിക്ക രോഗങ്ങളും കണ്ടെത്താൻ സഹായിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. രോഗത്തിന്റെ വ്യാപനം എത്രത്തോളം ഉണ്ടെന്ന് സഹായിക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് എന്നിരുന്നാൽ പോലും കുറച്ച് പരിധികളുണ്ട്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് limitations of prevalence? Can be viewed as a slice through the proportion of population at a point in time. Not consider the duration of diseases, only answer who has and who do have, how many at present. Not answer when and how likely the diseases develop, be not suit for etiological studies. First limitation endanu nokam. Can be viewed as a slice through the proportion of population at a point in time. Point ഒന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. നമുക്ക് ടോട്ടൽ പോപ്പുലേഷന്റെ ഒരു ചെറിയ സാമ്പിൾ, സ്ലൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ചെറിയ സാമ്പിൾ മാത്രം നമുക്ക് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു രോഗത്തിന്റെ വ്യാപനം കണ്ടെത്തുന്നതിനായിട്ട് ഒരുപാട് സാമ്പിൾസുകളൊന്നും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് ഒരു ചെറിയ സാമ്പിൾ, ഒരു ഇത്ര വലിയ പോപ്പുലേഷൻ, ഇത്ര ജനസംഖ്യ ഉണ്ടെങ്കിൽ അതിൽ ഒരു സാമ്പിൾ മാത്രം, ചെറിയ രീതിയിലുള്ള സിമ്പിൾ സാമ്പിൾസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതൊരു ലിമിറ്റേഷൻ ആണ് അല്ലെ. അപ്പൊ കൂടുതൽ സാമ്പിൾസ് കളക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ എത്രത്തോളം വ്യാപനം ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അതൊരു ലിമിറ്റേഷൻ ആണ്. എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്ന് നമുക്ക് എന്താണ് സാമ്പിൾസ് കളക്ട് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങൾക്കൊന്നും അത്രയ്ക്ക് സമയങ്ങൾ അനുവദനീയമല്ല അല്ലെ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ചെറിയ തോതിലുള്ള സാമ്പിൾസ് മാത്രമേ നമുക്ക് കളക്ട് ചെയ്ത് അതിന്റെ വ്യാപനം കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ,
വലിയ രീതിയിൽ നടത്താനുള്ള സാധ്യതകൾ അവിടെ പറയുന്നില്ല. അതൊരു ലിമിറ്റേഷൻ ആണ് കേട്ടോ. അതൊരു ചെറിയൊരു പീരീഡിൽ ചെറിയ സാമ്പിൾ, ചെറിയൊരു പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻസിന് എണ്ണം മാത്രം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ, not consider the duration of diseases. Not consider the duration of diseases. ഇവിടെ നമ്മൾ രോഗത്തിന്റെ ദൈർഘ്യം കണക്കാക്കാൻ പറ്റില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ ആ രോഗം എപ്പം തുടങ്ങി എപ്പം അവസാനിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? രോഗത്തിന്റെ വ്യാപനം നമ്മൾ നോക്കുമ്പോൾ അത് എപ്പം തുടങ്ങി ഇന്ന സമയത്ത് തന്നെ, ഇപ്പൊ 1-ാം തീയതി തുടങ്ങി അടുത്ത 1-ാം തീയതി തീരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. നോട്ട് പ്രെഡിക്റ്റബിൾ ആണ്. അപ്പൊ അതും ലിമിറ്റേഷൻ ആണ്, പ്രിവാലൻസിന്റെ ലിമിറ്റേഷൻ ആണ്. അതിന്റെ ഡ്യൂറേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഇന്ന സമയത്തിനുള്ളിൽ മാറിയേക്കാം, പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് എക്സാക്ട് പീരീഡ് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അതിന്റെ കാലയളവ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് വൺ, ഓൺലി ആൻസർ who has and who do have, how many at present. എന്താണ് അതിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ഒന്നാമത്തത്, ആർക്കൊക്കെ അസുഖമുണ്ട്, ഇപ്പോൾ ആർക്കൊക്കെ അസുഖമുണ്ട്, ഇപ്പൊ ആരൊക്കെ പ്രസന്റിലായിട്ട് അസുഖം ബാധിച്ചിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിന് കൃത്യമായ ഒരു ധാരണ, കൃത്യമായിട്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല. കാരണം എന്താണ്, ആർക്കൊക്കെയാണ് അസുഖം ഇപ്പൊ എത്രത്തോളം ഉണ്ടെന്നത് ചിലപ്പോൾ ഈ രോഗം ബാധിച്ചിട്ട് പറയാതിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അല്ലെങ്കിൽ ചികിത്സ നേടാതിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ രോഗം ബാധിച്ചിട്ടും. അങ്ങനെ ഒരു ആൾക്കാരില്ലേ, നമ്മൾ അറിയ പോലുമില്ല. അതായത് ചിലപ്പോൾ സിംറ്റംസുകൾ ഉണ്ടായിട്ട് പോലും അവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസന്റ് സിംറ്റംസ് ഉണ്ടായിട്ട് പോലും അവര് ഹോസ്പിറ്റലിൽ പോവാതെ വീട്ടിൽ തന്നെ അത് അവരെ സ്വയം ചികിത്സയായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, വീട്ടിൽ തന്നെ ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എത്ര പേർക്ക് അങ്ങനെ കിട്ടുന്നത്, അല്ലെങ്കിൽ എത്ര പേര് അങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെ അസുഖം ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് has and who do have, how many at present എന്ന് പറയുന്നത്. അതൊരു ലിമിറ്റേഷൻ ആണ്. ഓക്കെ, next one, not answer. When and how likely the diseases develop be not suit for etiological studies. When and how likely the disease develop. എന്താണ് when and how? What is mean by when and how? എന്താണ് when and how എന്ന് ഉദ്ദേശിക്കുന്നത്? എപ്പോൾ, എങ്ങനെയാണ് രോഗം ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റുമോ? എപ്പോ ഡെവലപ്പ്, എപ്പോ ഇൻക്രീസ് ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? എപ്പോഴാണ്, എങ്ങനെയാണ് ആ ഡിഫിക്കൽട്ട്. അതായത് ഒരാൾക്ക് അസുഖം ബാധിച്ച 2 ദിവസം ചിലപ്പോൾ ആൾക്ക് കുഴപ്പമുണ്ടാവില്ല, 3-ാമത്തെ ദിവസം എന്തായിരിക്കും ആളുടെ ആ ഒരു കണ്ടീഷൻ മാറാനുള്ള സാധ്യത ഇല്ലേ, നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അതാണ് എപ്പോ എങ്ങനെ ആളുടെ അസുഖം ഡെവലപ്പ് ചെയ്യും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ രോഗത്തിന്റെ വ്യാപനം എപ്പോ തുടങ്ങും എപ്പോ അവസാനിക്കുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെ വി നോട്ട് സ്യൂട്ട് ഫോർ എറ്റിയോളജിക്കൽ സ്റ്റഡീസ്. അതിനാൽ തന്നെ പ്രിവാലൻസ് എറ്റിയോളജിക്കൽ സ്റ്റഡീസിന് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് എറ്റിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്? ഒറിജിൻ ഓഫ് ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഒറിജിൻ ഓഫ് ഡിസീസ് എന്ന് പറയുമ്പോൾ എറ്റിയോളജിക്കൽ സ്റ്റഡി എന്ന് വെച്ചാൽ ഒരു അസുഖം എവിടെയാണ് തുടങ്ങിയത് അല്ലെ, എങ്ങനെയാണ് ഇതിന്റെ സിംറ്റംസ് വരുന്നത്, അതിന്റെ കോസസ് എന്താണ്, അതിന്റെ കണ്ടീഷൻസ് എന്താണ്, ഏത് ഇൻഫെക്ഷൻ ഫാക്ടേഴ്സ് ആണ് അതിനെ ബാധിക്കുന്നത് എന്നൊക്കെ കണ്ടെത്തുന്ന ഒരു സ്റ്റഡിയാണ് ഇവിടെ എറ്റിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രിവാലൻസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് എറ്റിയോളജിക്കൽ സ്റ്റഡീസുമായിട്ട് നമുക്ക് അതിന് സ്യൂട്ട് ആവില്ല എന്നാണ് പറയുന്നത്. കാരണം എറ്റിയോളജിക്കൽ സ്റ്റഡീസിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, ഒരു അസുഖം എങ്ങനെ തുടങ്ങുന്നു അല്ലെ, അത് തുടങ്ങാനുള്ള കാരണം എന്താണ്, അതിന്റെ കോസസ് എന്താണ്, അതിന് ഇൻഫെക്ട് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് കംപ്ലീറ്റ് ഒരു അസുഖത്തെ കുറിച്ച് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, എറ്റിയോളജിക്കൽ സ്റ്റഡീസിൽ പഠിക്കുന്നത് അല്ലെ. അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള കാര്യകാരണങ്ങൾ ആ സ്റ്റഡീസിൽ വരുന്നുണ്ട്. പക്ഷെ പ്രിവാലൻസിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരാൾക്ക് എപ്പോ എങ്ങനെ അസുഖം ഡെവലപ്പ് ചെയ്യുന്നു നമുക്ക് ആ രോഗത്തിന്റെ വ്യാപന തീവ്രത നോക്കിയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ എറ്റിയോളജിക്കൽ എന്നുള്ള ഭാഗം ഒന്ന് ഓർക്കണം. ഓക്കെ, എന്താണ് എറ്റിയോളജിക്കൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്? ഒറിജിൻ ഓഫ് ഡിസീസസിനെ കുറിച്ചിട്ടാണ് അല്ലെ. ആ ഡിസീസസ് എവിടെ നിന്നാണ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒറിജിൻ ഓഫ് ഡിസീസസ്, റിസ്ക്, കോസസ്, കണ്ടീഷൻ ആൻഡ് ഇൻഫെക്ഷ്യസ് ഫാക്ടേഴ്സ്. ഒരു രോഗം വരാനുള്ള കാരണം അല്ലെ, രോഗത്തെ കുറിച്ചുള്ള ആ ഒറിജിൻ ആണെന്ന് ചോദിക്കുന്നത്. ആ രോഗത്തിന്റെ ഒറിജിൻ എവിടെ നിന്നാണ്, അതിന്റെ കാരണങ്ങൾ എന്താണ്, സിംറ്റംസ് എന്താണ്, കണ്ടീഷൻ എന്താണ്, ഏത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് മൂലമാണ് അത് ഉണ്ടാകുന്നത് എന്നതാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, എറ്റിയോളജിക്കൽ സ്റ്റഡീസിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ആ സ്റ്റഡീസുമായിട്ട് ഈ പ്രിവാലൻസിനെ സൂട്ടബിൾ ആകില്ല എന്നാണ് ഇവിടെ ലിമിറ്റേഷൻസിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി നോക്കാം, ലിമിറ്റേഷൻസ് ഓഫ് പ്രിവാലൻസ് എന്താണ്?
നമുക്ക് ഒരു ജനസംഖ്യയിൽ ഒരു നിശ്ചിത സാമ്പിള് മാത്രമേ ആ ഒരു ഒറ്റ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഇനി ഡിസീസസിന്റെ ഡ്യൂറേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല അല്ലെ. അതായത് അസുഖത്തിന്റെ കാലയളവ് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ എന്താ പറയുന്നത്, ആർക്കൊക്കെ എപ്പോ ഏതൊക്കെ ആൾക്കാർ ഇത് അസുഖം പ്രസന്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ എന്താണ് ഈ അസുഖം എപ്പോ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്, എപ്പോ തീവ്രത അതിന് കൂടുമെന്ന് നമുക്ക് ഇതിൽ പറയാനായിട്ട് സാധിക്കില്ല. അതിനാൽ തന്നെ ഇത് എറ്റിയോളജിക്കൽ സ്റ്റഡീസുമായിട്ട് സ്യൂട്ടബിൾ ആകില്ല എന്നാണ് ഈ പ്രിവാലൻസിന്റെ ലിമിറ്റേഷൻസിൽ പറയുന്നത്. ഓക്കെ, നാലെണ്ണം മനസ്സിലായോ പിള്ളേരെ? മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രിവാലൻസ് ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഈ ബോക്സും പഠിക്കണം കേട്ടോ. ഓക്കെ, അതായത് വ്യാപനം കുറയുന്നതിന്റെ ഫാക്ടേഴ്സ് ആണ് ഇൻക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരു രോഗം കൂടുന്നതിന് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫാക്ടറുകളാണ് ഈ ബോക്സിൽ ഫസ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് എന്തായിരിക്കും അപ്പോ ആ രോഗം കുറയുന്നതിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ. ഒന്ന് എന്താണ്, ആദ്യം എന്താണ്, രോഗം കൂടുന്നതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളാണ് ഇൻക്രീസ്ഡ് ബൈ എന്ന് കൊടുത്തിരിക്കുന്നത്. രോഗവ്യാപനം കുറയുന്നതിന്റെ ഫാക്ടേഴ്സ് ആണ് എന്ത്, ഡിക്രീസ്ഡ് ബൈ എന്ന് കൊടുത്തിരിക്കുന്നത്. ഹെഡ് പോയിന്റ്സ് മനസ്സിലായോ പറഞ്ഞത്? ഹെഡ്ലൈൻസ് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം അല്ലെ. ആ രോഗവ്യാപനം കൂടുന്നതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്. ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ്. എന്താണ് ലോങ്ങർ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്? ചില അസുഖങ്ങൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്നുണ്ടാവും അല്ലെ, അതിന്റെ കാലയളവ് കൂടുതലായിരിക്കും അല്ലെ. ചില അസുഖങ്ങൾ അങ്ങനെയല്ലേ, ചില കാറ്റഗറി ഓഫ് ടൈപ്പ് ഡിസീസസ് അങ്ങനെയാണ്. അതായത് ഒന്നോ രണ്ടോ ദിവസം ആയിരിക്കില്ല, ചിലപ്പോൾ വർഷങ്ങളോളം പ്രോലോങ്ഡ് പീരീഡിൽ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള അസുഖത്തിന്റെ വ്യാപനം കൂടുകയോ കുറയോ? കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ അതിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച്, ഇപ്പൊ ഡ്യൂറേഷൻ ഒരു അസുഖത്തിന്റെ വ്യാപനത്തിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടർ ആണ് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. കാലയളവ്, ഒരു അസുഖത്തിന് ഉണ്ടാകുന്ന കാലയളവ് അതിനെ കൂട്ടാനായിട്ട്, അതിന്റെ വ്യാപനം കൂട്ടാനായിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം. മനസ്സിലായോ? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസ് എന്ന് പറയുന്നത് ആ രോഗത്തിന്റെ അളവ് അല്ലെ, അതിന്റെ കാലയളവ് കൂടുന്നത്, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങളുടെ എന്താണ് ആ രോഗത്തിന്റെ വ്യാപനം കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിന് കാലയളവാണ് നമ്മളിവിടെ നോക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ് ഇൻക്രീസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്? prolongation of life of the patients without cure. Prolongation of life of the patients without cure എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു അസുഖം നീണ്ടു നിർത്തിക്കൊണ്ട് തന്നെ, അതായത് രോഗിയെ ചികിത്സിക്കാതെ, രോഗി ചികിത്സ നേടാതെ തന്നെ എന്ത് ചെയ്യാറുണ്ട്? ആ രോഗിയുടെ ആരോഗ്യം നമ്മൾ നിലനിർത്താറുണ്ട് അല്ലെ, വിത്തൗട്ട്. അതായത് രോഗിക്ക് ചികിത്സിക്കാതെ തന്നെ എന്താണ്, ഇപ്പൊ രോഗാവസ്ഥ ഉണ്ടാവുകയായിരിക്കും, പക്ഷെ എന്താണ്, ചിലർ എങ്ങനെയാണ് പ്രോലോങ്ഡ് പീരീഡ് അസുഖം നീണ്ട്, അല്ലെങ്കിൽ അസുഖത്തിന്റെ കാലയളവ് കൊണ്ട് തന്നെ എന്താണ്, ചികിത്സ ഇല്ലാതെ തന്നെ ആയുസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. ചികിത്സ ഒന്നും നേടാതെ തന്നെ എന്താണ് ലൈഫ് ടൈം എന്തുകൊണ്ട് പോകും, ആ അസുഖം വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന കേസുകളുണ്ട്. ഓക്കെ, അതും ഒരു അഫക്ട് ചെയ്യുന്ന രോഗവ്യാപനം കൂട്ടുന്നതിന്റെ ഒരു മെയിൻ ഫാക്ടർ ആണ് എന്ത്, ചികിത്സിക്കാതെ അസുഖം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അതായത് ചികിത്സ ഇല്ലാത്ത രോഗികളുടെ ആയുസ് വർദ്ധിപ്പിക്കുന്നതാണ് കേട്ടോ. മനസ്സിലായോ? സെക്കൻഡ് വൺ. ഇനി അടുത്ത ഫാക്ടർ എന്താണ്, രോഗവ്യാപനം കൂടുന്നതിനെ സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടർ എന്താണ്? ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ്, ഇൻക്രീസ് ഇൻ ഇൻസിഡൻസ്, ഇൻക്രീസ്ഡ് ആൻഡ് ന്യൂ കേസസ്. രോഗവ്യാപനം കൂടുന്നതിന്റെ മറ്റൊരു ഫാക്ടർ എന്താണ്? ന്യൂ കേസസുകൾ ഇൻക്രീസ് ചെയ്യുന്നത്. എന്താണ്? കോവിഡ് വന്നപ്പോ നമ്മള്
ഇൻക്രീസ് ചെയ്ത്, അതായത് കേസുകൾ ഇങ്ങനെ ഓരോ ദിവസം ദിനംപ്രതി എന്താണ് ന്യൂ കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ന്യൂ കേസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണോ, വ്യാപനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? പുതിയ പുതിയ കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ന്യൂ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനർത്ഥം ആ രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അല്ലെ. യെസ്, അത് വ്യാപിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. അപ്പൊ ന്യൂ കേസസും എന്താണ് രോഗവ്യാപനം കൂടുന്നതിന്റെ ഒരു ഫാക്ടർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ന്യൂ കേസുകൾ പുതിയ രീതിയിൽ നമ്മൾ കണ്ടെത്തുന്ന കേസുകളെല്ലാം തന്നെ രോഗവ്യാപനം കൂട്ടുന്നതിന്റെ ഫാക്ടർ ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, യെസ്. Then in migration of cases, ഇനി പുറം രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരില്ലേ, അവർ എന്തെങ്കിലും അസുഖങ്ങളായിട്ടായിരിക്കില്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാര്, അതായത് അവിടുത്തെ അസുഖമായിട്ടായിരിക്കും അവർ ഇങ്ങോട്ട് വരുന്നത്. അതും നമ്മുടെ നാട്ടിൽ രോഗം വ്യാപിക്കാനായിട്ട് അല്ലെങ്കിൽ രോഗം പടരാനായിട്ട് ഒരു കൂട്ടാനായിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് അതിനെ പറയാം. അതായത് കുടിയേറി വരുന്ന ആൾക്കാർ അല്ലെ, മൈഗ്രേഷൻ ഓഫ് കേസസ്, അതായത് പുതിയ കേസുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് രോഗവ്യാപനം കൂട്ടുന്നതിന് കാരണമായിട്ട് പറയാം. Then out migration of healthy people. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്യണം. നമ്മളിപ്പോ പറഞ്ഞ എന്താണ്, കുടിയേറി വരുന്ന ആൾക്കാരുടെ കേസുകൾ കൂടുതൽ, അതായത് കുടിയേറി വരുന്ന ആൾക്കാർക്ക് എന്താണ് മൈഗ്രേഷൻ മൂലം വരുന്ന ആൾക്കാർ ചിലപ്പോൾ അസുഖങ്ങളായിട്ടായിരിക്കും വരുന്നത് അല്ലെ. യെസ്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ എന്താണ് ഹെൽത്തി പീപ്പിൾ എന്ത് ചെയ്യും, ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള ഹെൽത്തി ആയിട്ട് ആൾക്കാർ എങ്ങോട്ട് പോകും, പുറം രാജ്യങ്ങളിലേക്ക് പോകും. അപ്പൊ ഇവിടെയുള്ള ആൾക്കാരുടെ എണ്ണം എങ്ങനെയായിരിക്കും, ഇവിടെയുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താണ്, ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരാണ്, മിക്കതും അഫക്റ്റഡ് കേസസ് ഉള്ളവരാണ്, അല്ലെ അസുഖമുള്ള അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത പീപ്പിൾ ആയിരിക്കും എവിടെ ഉണ്ടായിരിക്കുക, നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അതായത് ഹെൽത്തി ആയിട്ട് ആളുകൾ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കേസസുകൾ എങ്ങനെയാണ്, എല്ലാവരും അസുഖങ്ങളുള്ള കാറ്റഗറീസിലുള്ള ആൾക്കാരായിട്ട് മാറുകയാണ് അല്ലെ. അതായത് നല്ല ആരോഗ്യവാന്മാരായ ആളുകൾ പുറം രാജ്യങ്ങളിലേക്ക് കടക്കുന്നതിനനുസരിച്ചിട്ട് അപ്പൊ നമ്മളുടെ ഇവിടെ നാട്ടിൽ എന്ത് കുറയും, ഹെൽത്തി പീപ്പിളുടെ എണ്ണം കുറയാണ് അല്ലെ. കൂടുതലായിട്ട് എന്ത് വരുന്ന അവിടെ, അസുഖം ബാധിച്ച ആൾക്കാരുടെ എണ്ണമാണ് ഇവിടെ വരുന്നത്. കൂടുതലായിട്ടുള്ളത് നോൺ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, മനസ്സിലായ? അതാണ് ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ എന്ന് പറയുന്നതാണ്. ക്ലിയർ ആണോ? മനസ്സിലായില്ലേ പിള്ളേരെ? ശരിയല്ലേ പറഞ്ഞത്? നമ്മളുടെ നാട്ടിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ളത് എന്താണ്, അസുഖങ്ങളുള്ള ആൾക്കാർ മാത്രമായിട്ട് മാറും അല്ലെ. യെസ്. ഇനി ഇൻമൈഗ്രേഷൻ ഓഫ് സസ്പെക്റ്റബിൾ പീപ്പിൾ. എന്താണ് ഇൻമൈഗ്രേഷൻ ഓഫ് സസ്പെക്റ്റബിൾ പീപ്പിൾ എന്ന് പറയുന്നത്? ഇനി രോഗസാധ്യതയുള്ള ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരാം അല്ലെ. ഇപ്പൊ പുറം രാജ്യത്ത് രോഗസാധ്യത ഉണ്ടായിരിക്കാം, പക്ഷെ അവർ ഇങ്ങോട്ട് വന്നെങ്കിൽ എന്താണ് ഇവിടെ ആ രോഗം വ്യാപിക്കില്ലേ. ചൈനയിൽ എവിടെയെങ്കിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും രോഗസാധ്യത ഉണ്ടായിന്ന് വരാം, പക്ഷെ അവര് നമ്മുടെ നാട്ടിലേക്ക് വന്നതിന് ശേഷം എന്താണ് ആ രോഗം മറ്റുള്ളവർക്ക് പകരാനായിട്ട് അല്ലെങ്കിൽ പകരുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നു. അതാണ് എന്ത് പറയുന്നത്, സസ്പെക്റ്റബിൾ പീപ്പിൾ എന്നത്. രോഗം ബാധിച്ചുള്ളവര് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്, രോഗസാധ്യത ഉള്ള ആൾക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്കാണ് ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവുന്നത് അല്ലെ. നമ്മളെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഓക്കെ, അതും രോഗം കൂടാനായിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. രോഗത്തിന്റെ വ്യാപനം കൂടാനായിട്ടുള്ള ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. യെസ്, മനസ്സിലായോ? അത് ഇൻമൈഗ്രേഷൻ ഓഫ് സസ്പെക്റ്റബിൾ പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, next one, improved diagnosis facilities or better reporting. Improved diagnosis facilities. നമ്മളുടെ നാട്ടിലെ രോഗങ്ങൾ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണെങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം ആൾക്കാർക്ക് രോഗങ്ങൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെ. അതായത് പുതിയ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രത്തോളം ഓരോ ആൾക്കാരെ പരിശോധിച്ചിരിക്കണം അല്ലെ. പല പല ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിരിക്കണം. ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കുള്ളൂ, എത്ര പേർക്ക് രോഗം വ്യാപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അതിന് നമ്മുടെ ഹെൽത്ത് സംവിധാനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം, ഏറ്റവും നല്ല ഫെസിലിറ്റീസ് ഉള്ള സംവിധാനങ്ങളായിരിക്കണം നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടാവുള്ളൂ. റിപ്പോർട്ടിംഗ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്, പുതിയ രോഗങ്ങളുടെ എണ്ണം നമുക്ക് കണ്ടെത്താൻ പറ്റണം അല്ലെ. നമ്മൾ
ആരോഗ്യ സംവിധാനത്തിന്റെ വീഴ്ച മൂലം നമുക്ക് എത്രത്തോളം ആൾക്കാർക്ക് സംഭവിച്ചെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ എന്താണ് ഫെസിലിറ്റീസിന് കുറവാണ് അല്ലെ, അല്ലെങ്കിൽ നല്ല ടെസ്റ്റ് ചെയ്യാനുള്ള ടൂൾസുകളോ എക്യുപ്മെന്റ്സുകളോ കുറവായതിനാൽ തന്നെ നമുക്ക് ആ രോഗം കണ്ടെത്താനായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നല്ല ഡയഗ്നോസിസ് രീതികളാണ് നമ്മുടെ നാടുകളിൽ നമ്മുടെ ഹെൽത്ത് സംവിധാനത്തിലുള്ളതെങ്കിൽ എന്താണ് നമുക്ക് പുതിയ പുതിയ കേസുകൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ നല്ലൊരു ഡയഗ്നോസിസ് ഫെസിലിറ്റീസ് ഉള്ളത് എന്തിനാണ് സഹായിക്കുന്നത്? കേസ് രോഗത്തിന്റെ വ്യാപനം കൂടുന്നുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് നമ്മളെ അത് സഹായിക്കും. അതും ഒരു മെയിൻ ഫാക്ടറാണ് കേട്ടോ. ലാസ്റ്റ് പറഞ്ഞ മനസ്സിലായോ? കൂടുതൽ അസുഖമുള്ള ആരൊക്കെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ എന്ത് വേണം? ഫെസിലിറ്റീസ് വേണ്ടേ? പുതിയ ടെസ്റ്റുകൾ നമുക്ക് കണ്ടെത്തിയാൽ മാത്രമേ ആൾക്കാർക്ക് അസുഖം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കുള്ളൂ. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് കൂടുതൽ അസുഖമുള്ള ആൾക്കാരെ അറിയാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളുടെ അവിടെ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ആവശ്യമാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി നോക്കാം ഇൻക്രീസ് ചെയ്യുന്ന കാരണങ്ങളാണ് കേട്ടോ. അപ്പോ പ്രിവാലൻസിനെ അഫക്ട് ചെയ്യുന്ന, അതായത് രോഗം വ്യാപനം കൂടുന്നതിന് അഫക്ട് ചെയ്യുന്ന പ്രധാന ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങൾ ഏതൊക്കെയാണ് അതൊന്ന് പഠിക്കുന്നു. ഒന്നെന്താണ്? അതിന്റെ ഡ്യൂറേഷൻ ആണ്, ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ദ ഡിസീസസ്. ചില അസുഖങ്ങൾ എന്താണ് ദീർഘകാലം നീണ്ടു നിൽക്കുന്നതാണ്. അതിന്റെ കാലയളവ് വെച്ചിട്ട് എന്താണ് ആ അസുഖത്തിന്റെ വ്യാപനം എത്രത്തോളം കൂടുന്നുവെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അവിടെ നോക്കുന്നത് എന്താണ്? ഡ്യൂറേഷൻ, അതിന്റെ ദീർഘകാലയളവാണ് നമ്മളിവിടെ നോക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? പ്രോലോങ്ങേഷൻ ഓഫ് ലൈഫ് ഓഫ് ദ പേഷ്യൻസ് വിത്തൗട്ട് കെയർ. എന്താണ് പ്രോലോങ്ങേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? ചികിത്സ ഇല്ലാതെ രോഗികളുടെ ആയുസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് അല്ലെ. അതായത് ചിലപ്പോൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ ചികിത്സ ഇല്ലാതെ തന്നെ എന്താണ്, ചികിത്സ ഇല്ലെങ്കിൽ പോലും ആ രോഗം ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുകയാണ് അല്ലെ. പക്ഷെ വേറെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, അതായത് ചികിത്സ ഇല്ലാതെ നമുക്ക് എന്താണ് ചില 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 പേഷ്യൻസിന് മാത്രമേ ഇത് പറ്റുള്ളൂ കേട്ടോ. എല്ലാ പേഷ്യൻസിനും അങ്ങനെ ചില അസുഖം ബാധിച്ചു, അങ്ങനെ ചിലപ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടായിരിക്കാം അസുഖം മൂർധന്യാവസ്ഥയിൽ എത്താത്തത് അല്ലെ. എത്ര ഡിഫിക്കൽട്ട് ഡിസീസസ് ആണെങ്കിൽ പോലും ചിലവർക്ക് അസുഖത്തിനെ നേരിടാൻ അവരുടെ ശരീരം തന്നെ മതിയാവും അല്ലെ. ശരിയല്ലേ പറഞ്ഞത്? ചില ആൾക്കാർക്ക്, എല്ലാവർക്കും ഇല്ല, അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ആൾക്കാർക്ക് അതിനെയൊക്കെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ, അവരുടെ എന്താ പറയാ പ്രതിരോധ ശേഷി തന്നെ മതിയാവും. ഓക്കെ, അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ, അതായത് ഇങ്ങനെ പ്രോലോങ്ഡ് പീരീഡ് അസുഖത്തെ നീണ്ടു നിൽക്കാൻ പറ്റുന്ന കാറ്റഗറി ഓഫ് പേഷ്യൻസ് ഉണ്ട്. അതായത് ചികിത്സ കൊടുക്കാതെ തന്നെ എന്താണ് അവരുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന കേസുകളും ഇതിനെ രോഗവ്യാപനത്തിന് അഫക്ട് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നതിന്റെ മെയിൻ ഫാക്ടർ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ ന്യൂ കേസസുകൾ, ഇൻക്രീസ് ചെയ്ത ന്യൂ കേസസുകൾ എന്താണ്? പുതിയ കേസുകളിലെ വർധനവ്. പുതിയ കേസുകൾ വർദ്ധിക്കുന്നതിന്റെ കാരണം എന്താണ്? രോഗം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ടാണ് പുതിയ കേസുകൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇനി ഇൻ മൈഗ്രേഷൻ ഓഫ് കേസസ്, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി വരുന്ന ആൾക്കാരെ ഇങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണോ വരുന്നത്? അസുഖങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ അതുമൂലം മൈഗ്രേഷൻ മൂലം നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? രോഗങ്ങൾ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഔട്ട് മൈഗ്രേഷൻ ഓഫ് ഹെൽത്തി പീപ്പിൾ. ഇവിടുന്ന് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും അസുഖമുള്ള ആൾക്കാരുകളുള്ള ഒരു ഡിസീസസ് ഉള്ള ഒരു എന്താണ് പ്രദേശമായിട്ട് നമ്മുടെ പോപ്പുലേഷൻ മാറുകയാണ് അല്ലെ. ഹെൽത്തി ആയിട്ട് ആൾക്കാർ പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ആരാണ്? അസുഖങ്ങളുള്ള പീപ്പിൾ മാത്രമായിരിക്കും കേട്ടോ. ഇൻ മൈഗ്രേഷൻ ഓഫ് സസ്പെക്റ്റബിൾ പീപ്പിൾ. എന്താണ് ഇൻ മൈഗ്രേഷൻ ഓഫ് സസ്പെക്റ്റബിൾ പീപ്പിൾ എന്ന് പറയുന്നത്? രോഗസാധ്യതയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഒരു സാധ്യത ഉണ്ടാവുള്ളൂ, സിംറ്റംസ് ഉണ്ടാവുള്ളൂ, പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എന്താണ് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഇംപ്രൂവ്ഡ് ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് ആൻഡ് ബെറ്റർ റിപ്പോർട്ടിംഗ് അല്ലെ. അതായത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളിലെ ഡയഗ്നോസിസ് പ്രക്രിയകൾ ഏറ്റവും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കൂടുതൽ അസുഖങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതിന്റെ ഭാഗം എന്താണ്? നല്ല ഫെസിലിറ്റീസ് നമുക്കിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ല റിപ്പോർട്ടിംഗ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അസുഖം കൂടുതൽ ഉണ്ട് എന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കൂ.
ക്ലിയർ ആണോ? ക്ലാസ്സിലെ കൂടുതൽ കുട്ടികളുണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? പ്രിവാലൻസസ് അഫക്ട് ചെയ്യുന്ന, അത് ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ. ഇനി നെക്സ്റ്റ് ഭാഗത്ത് വരുന്ന ഇപ്പൊ എടുക്കുന്നില്ല ടീച്ചർ, അത് എല്ലാവർക്കും എടുത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവും. ഇനി അത് കുറയുന്നില്ല അല്ലെങ്കിൽ ഡിഗ്രി, ആ രോഗവ്യാപനം കുറയുന്നതിന് അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകളാണ് അടുത്ത ഭാഗത്ത് കിടക്കുന്നത് കേട്ടോ, അടുത്ത പോർഷൻസിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എടുത്തു തരാം. 16th എക്സാം തുടങ്ങുന്നത്, 16-ാം തീയതി, മാർച്ച് 16 അല്ലേ? അതെ, പഠിച്ചു തുടങ്ങിയോ നിങ്ങള്? പഠിച്ചു തുടങ്ങിയോ? തുടങ്ങി. ഓക്കെ, ഓരോ മൊഡ്യൂൾ വെച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു കേട്ടോ. ഇപ്പൊ ആദ്യം 3 and 4 എക്സാം അല്ലേ, 3 and 4 മൊഡ്യൂളിന്റെ എക്സാം ആയിരിക്കും. അപ്പൊ മൂന്നാമത്തെ മൊഡ്യൂളിലും 4ാമത്തെ മൊഡ്യൂളിലും ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കാം. അതിനുശേഷം ഓരോ മൊഡ്യൂൾ വെച്ച് പഠിക്കാം കേട്ടോ. ഈ ഒരു എക്സാം എഴുതുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് 3 and 4 എക്സാം നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് നമ്മൾ ഓൾറെഡി 2 മൊഡ്യൂളും കൂടി ഒരുമിച്ച് പരീക്ഷ എഴുതും, അതിനുശേഷം അതേ മൊഡ്യൂൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുത്ത് തന്നെ എഴുതുമല്ലോ. അപ്പൊ പെട്ടെന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. എല്ലാം ഗൈഡ് നോക്കി പഠിക്കാനാണ് പറഞ്ഞല്ലേ, നമ്മള് ഗൈഡിൽ നിന്നാണ് മെയിൻ എക്സാമിന് എഴുതുന്നത്. 3 and 4 മൊഡ്യൂള് ഗൈഡ് അല്ല, മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. 3 and 4 മൊഡ്യൂള് മോക്ക് ടെസ്റ്റ് ആണ് കംപ്ലീറ്റ്, ഗൈഡ് ആയിരിക്കില്ല കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ എഴുതിയെടുക്കാറുള്ളല്ലേ നിങ്ങള്? ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് എഴുതിയെടുക്കുക ഓരോ ചാപ്റ്റേഴ്സിന്റെ കേട്ടോ. എന്നിട്ട് അത് പഠിക്കാം, 3-4 മൊഡ്യൂള്. ഇത് ഈ ചാപ്റ്റർ ഇനി കുറച്ചും കൂടി ഉള്ളു കേട്ടോ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ, റിവൈസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. താങ്ക് യു. Have a nice day.